السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഫാനി എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ വഖാല റായി, നേരത്തെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഏതാനും ചില ബൈത്തുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. റായി അൽ-നുമൈരി ഉബൈദ് ബിൻ ഹുസൈൻ ഉമവിയ ഭരണകാലത്തെ പ്രശസ്തരായ ഷായറുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന റായി, അദ്ദേഹം വഫാത്താവുന്നത് ഹിജ്റ 97-ലാണ്. അപ്പോ ഈ റായി എന്ന ഷായർ പറയാം, ഇവിടെ അദ്ദേഹം തന്റെ സഹയാത്രികന് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തും വിധം ഉറക്കിന് കാവൽ നിന്ന് അവന് ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നമൊക്കെ കണ്ട് നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരു പേടിയും ഇല്ലാതെ ഉറങ്ങി എന്ന് അറിയിക്കുന്ന 2 വരിയാണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള കോപ്പിയിൽ ഈ സാഹിബ് തന്റെ മോനാണ്, റായിയുടെ മോനാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 2ാമത്തെ വരിയിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന തന്റെ സഹയാത്രികൻ അവന്റെ മക്കളെയും ഭാര്യയുമൊക്കെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു എന്ന ഒരു പരാമർശം പറയുന്നത് കൊണ്ട് തന്നെ എല്ലാ ശാരിഹുകളും അത് ഒരു സഹയാത്രികൻ തന്റെ കൂട്ടുകാരൻ മാത്രമാണ് എന്ന അഭിപ്രായത്തിലാണ് ഉള്ളത്. ഏതായിരുന്നാലും വഖാല റായി നുമൈരി ഉബൈദ് ബിൻ ഹുസൈൻ എന്ന ഷായർ പറയുന്നു, കഫാനിയ ഇർഫാനുൽ കറാ വകഫൈതുഹു കുലു അൻ-നുജൂമി വൻ-നുആസു മുആനിഖു ഫബാത യുരീഹി ഇർസഹു വബനാതിഹി വബിത്തു ഉരീഹി അൻ-നജ്മ ഐന മഖാഫിഖു. ഷായർ പറയുന്നു, കഫാനിയ ഇർഫാനു അൽ-കറാ. ഇർഫാൻ സഹയാത്രികന്റെ പേരാണ് ഇർഫാൻ. ഇർഫാൻ എനിക്ക് മതിയാക്കി തന്നു അൽ-കറാ ഉറക്കം. വകഫൈതുഹു കുലു അൻ-നുജൂമി വൻ-നുആസു മുആനിഖു. ഞാൻ അവന് മതിയാക്കി കൊടുത്തു എന്ത്? കുലു അൻ-നുജൂമി. കുലു അൻ-നുജൂം നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക. കുലു എന്ന് പറയുമ്പോൾ അവരെ പ്രതീക്ഷിക്കുക, നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുക, അവരെ പ്രതീക്ഷിച്ചിരിക്കുക, പിന്നെ പരിശോധിക്കുക, വീക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ അപ്പോ വന്നുആസു മുആനിഖുഹു, ഉറക്കം അവനെ മുആനഖത്ത് ചെയ്ത് സഹവസിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്തിഗ്റാഖായിട്ടുണ്ട്, അവൻ സുഖമായി കിടന്നുറങ്ങുന്നതാണ്. എന്നുവെച്ചാൽ കഫാനി ഇർഫാനു അൽ-കറാ വകഫൈതുഹു കുലു അൻ-നുജൂം. എന്നുവെച്ചാൽ എനിക്ക് ഇർഫാൻ ഉറക്കം മതിയാക്കി തന്നു. എന്നുവെച്ചാൽ ഇർഫാൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, അവന്റെ ഉറക്കം എനിക്ക് മതിയായി, ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ എന്ത് ചെയ്യാണ്? ഉറങ്ങാതെ ഇരിക്കുകയാണ്. അതാണ് കഫാനി ഇർഫാനു അൽ-കറാ എന്ന് പറയുന്നത്. ഇർഫാന്റെ ഉറക്കം എന്നെ മതിയാക്കി, എനിക്ക് മതിയാക്കി തന്നു, എനിക്ക് അത് കിഫായത്താണ്, ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങുന്നതിന് പകരം ഉറങ്ങുന്നത് ആരാണ്? ഇർഫാനാണ്, എന്റെ സഹയാത്രികനാണ്. ഇർഫാൻ അൽ-കറാ എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പൊ ഉറക്കം, ഇർഫാന്റെ ഉറക്കം എന്നെ മതിയാക്കി, അവൻ ഉറങ്ങുന്നു. എന്നാൽ ഞാൻ വകഫൈതുഹു കുലു അൻ-നുജൂമി, ഞാൻ അവന് മതിയാക്കി കൊടുത്തത് എന്നുവെച്ചാ അവന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, ഞാൻ അവന് മതിയാക്കിയത്, അവൻ എനിക്ക് സമ്മാനിച്ചത് എന്താ? കുലു അൻ-നുജൂം,
ഞാൻ രാത്രിയിൽ ഇങ്ങനെ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളുടെ പോക്കുവരവുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ശേഷം പറയുന്നുണ്ട് അയ്ന മഖാഫിഖൂന്ന്. അപ്പൊ ഞാൻ നക്ഷത്രങ്ങളെ നോക്കി സല്ലപിച്ച് ഞാൻ അങ്ങനെ മലർന്നു കിടന്നു, ഉറങ്ങുന്നില്ല. ആ കുലൂ നജൂം പറയാനുള്ള കാരണം തീരെ ഒരു സെക്കൻഡ് പോലും ഉറങ്ങാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണ്. ഇർഫാനാണെങ്കിലോ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. അതിന്റെ ദലീല് ശേഷം പറയുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ശത്രുക്കളെ പേടിയുമില്ലാതെ വളരെ സന്തോഷത്തോടെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയെന്നാണ്. ഞാന് നേരെ മറിച്ച് നക്ഷത്രങ്ങളെ നോക്കി അവരോട് കിന്നാരം പറഞ്ഞ് സല്ലപിച്ച് ഞാനും കിടന്നു. നുആസ് ആ ഉറക്കം അവനെ ഇസ്തിഗ്റാഖാക്കി, എന്ന് വെച്ചാല് അത്രയും നല്ല റാഹത്തായിട്ട് ഉറങ്ങി. എന്നിട്ട് പറയാം ഫബാത്ത യുരീഹ ഇർസഹു വബനാതിഹി. ഫബാത്ത അവൻ രാത്രി ഉറങ്ങി. ആര്? എന്റെ സഹയാത്രികൻ. യുരീഹി ഇർസഹു വബനാതിഹി, അവൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ഇർസഹു അവന്റെ സഹധർമ്മിണിയെ, വബനാതിഹി അവന്റെ പെൺമക്കളെയും അവൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ അവൻ കാണുന്നു. ആ നിലയിൽ ഒരു ചെറിയ ഒരു ഉറക്കൊന്നുമില്ല, വളരെ സന്തോഷവാനായിട്ട് യാതൊരു പേടിയുമില്ലാതെ, ശത്രുക്കളെ കുറിച്ചുള്ള എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ ആപത്ത് മുസീബത്ത് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു പേടിയുമില്ല. സ്വപ്നം കണ്ടവൻ കിടന്നുറങ്ങി. ഞാനോ ഞാൻ താമസിച്ചത് രാത്രി കഴിച്ചു കൂട്ടിയത്. അപ്പൊ ബാത്ത അവൻ രാത്രി കഴിച്ചു കൂട്ടി. ഇവിടെ വബിത്തു ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയത്. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി രാപ്പാർക്കുക എന്നല്ലേ, രാത്രി ഉറങ്ങിയെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. കാരണം ഇപ്പൊ ബാത്തി യുരീഹ് ഇർസഹു വബനാതിഹി എന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ വബിത്തു ഞാൻ രാത്രി കഴിച്ചു കൂട്ടി, രാത്രി താമസിച്ചു. ഉരീഹിൻ നെജ്മ ഞാനെന്താ ചെയ്യുന്നത്? എനിക്കവിടെ കാണിക്കപ്പെടുന്നത് അന്നജ്മ നക്ഷത്രങ്ങളാണ്. നജ്മ് ജിൻസിന്റെ ഇസ്മായിട്ട് അല്ലെങ്കിൽ ജുസ് ഒന്ന് പറഞ്ഞിട്ട് കുല്ലുമറാദ്, അങ്ങനെയാണെങ്കിലും ഞാന് നക്ഷത്രങ്ങളെയാണ് കാണുന്നത്. എന്ത്? അയ്ന മഖാഫിഖു, എവിടെയാണ് അസ്തമിക്കുന്നതെന്ന്. അപ്പൊ അദ്ദേഹം നക്ഷത്രങ്ങൾ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് മണിക്കൂറുകളോളം. രാത്രിയുടെ മുഴുവൻ സമയവും അദ്ദേഹം ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. അത് ഏതുപോലെയുണ്ട്? അങ്ങനെ നോക്കി വീക്ഷിച്ച് അദ്ദേഹം ആ നക്ഷത്രങ്ങളൊക്കെ നേരം പുലരാൻ സമയത്ത് മഗ്രിബ് അസ്തമിക്കുന്നത് എവിടെയാണെന്നിങ്ങനെ നോക്കി കിടക്കുന്ന പോലെ സങ്കല്പിക്കുകയാണ്. അപ്പോ എന്റെ സഹയാത്രികൻ സുഖമായി കിടന്നുറങ്ങുന്നു, സ്വപ്നം കാണുന്നു. ഞാൻ നക്ഷത്രങ്ങളെ നോക്കി അതിനോട് സല്ലപിച്ച് കിന്നാരം പറഞ്ഞ് ഞാനും എന്റെ രാത്രി തള്ളി നീക്കി. അടുത്തത് വഖാല ആഖിറു, മറ്റൊരു ശായർ പറയുന്നു. ആഖിറും ആരാണെന്നൊക്കെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതായിരുന്നാലും അദ്ദേഹം പറയുന്നു ഫലസ്തു ബിനാസിലിൻ ഇല്ലാ അലമ്മത് ബിറഹ്ലി ഔ ഖയാലതുഹൽ കദൂബു ഫഖദ് ജഅലത് ഖലൂസ് ബിനൈ സുഹൈലിൻ മിനൽ അക്വാരി മുർതഉഹാ ഖരീബു كأن لها برحل القوم بوا وما إن طبها إلا اللهوب. ഇവിടെ ഷായർ ഒരു ദീർഘയാത്ര നടത്തിയപ്പോ അതിനെ സംബന്ധിച്ച് അദ്ദേഹം വീട്ടിൽ തനിച്ചാക്കിപ്പോയ തന്റെ ഭാര്യ, അതല്ലെങ്കിൽ താൻ പ്രേമിക്കുന്ന തന്റെ മെഹബൂബത്തിനെ കുറിച്ച് പറയാണ്. ഞാൻ എവിടെ ഇറങ്ങിയാലും നിന്നെക്കുറിച്ച് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു എന്ന് പറയാം. അത് വഖാല ആഖിറു ഹിയ ഫീ ഖത്ലി ത്വയ്യിൻ ലിറജുലിൻ മിൻ ബുഹ്തർ ബിൻ അതൂദ് ഫലസ്തു ബിനാസിലിൻ ഇല്ലാ അലമ്മത് ബിറഹ്ലി ഔ ഖയാലതുഹൽ കദൂബു. അദ്ദേഹം പറയണത് ഫലസ്തു ബിനാസിലിൻ, ഞാന് ഒരു സ്ഥലത്തും ഇറങ്ങുന്നില്ല. ഫലസ്തു ബിനാസിലിൻ മൻസിലൻ എന്നാണ്. നാസിലിന്റെ മഅമൂല് അവിടെ കളയപ്പെട്ടത്. ഞാനൊരു സ്ഥലത്തും ഇറങ്ങുന്നില്ല. ഇല്ലാ അലമ്മത് ബിറഹ്ലി, എന്റെ യാത്ര കൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടല്ലാതെ. ഔ ഖയാലതുഹൽ കദൂബു,
ഇൽമാം എന്ന് പറഞ്ഞാൽ താമസിക്കാത്ത രീതിയിലുള്ള ഒരു ഇറക്കം. അതേതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനസ്സിലെ തോന്നിപ്പിക്കലാണ്. കാരണം ഇദ്ദേഹം യാത്ര പോവാണല്ലോ, ഇദ്ദേഹം ദീർഘയാത്ര നടത്തിയതാണ്. അപ്പോ എവിടെ ചെന്നാലും എന്ത് ചെയ്യാന്നാണ്? തന്റെ മെഹബൂബത്തിന്റെ അടുത്ത് ഇറങ്ങുക എന്ന് വെച്ചാൽ അത് മാനസികമായിട്ടുള്ള ഒരു ഇറക്കമാണ്. അതാണ് ഇൽമാം എന്ന് പറഞ്ഞാൽ താമസം ഇല്ലാത്ത ഇറക്കം. അവിടെ എന്തെയില്ല, താമസമില്ല. അങ്ങനത്തെ ഒരു ഇറക്കത്തിനൊക്കെയാണ് എന്താ പറയാ? ഇൽമാം എന്ന് പറയാം. അപ്പൊ ആ നിലക്ക് അദ്ദേഹം പറയാണ്, ഞാന് എന്റെ യാത്ര കൊണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഖയാല് ഔ ഖയാലത്തുൽ കദൂബു, ഇവിടെ ഹഖീഖത്തിൻ നിലക്ക് അല്ല, സ്വന്തം ഭാര്യയല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഔ ഖയാലത്തുഹ അൽ കദൂബു, തെറ്റായിരിക്കുന്ന ഭാവങ്ങൾ മനസ്സിനെ തോന്നിപ്പിക്കുന്ന. അത് ഹഖീഖത്തിന് ഒരു ഭാര്യയെ കുറിച്ച് പറയാൻ പറ്റുന്നല്ലോ. അപ്പൊ എന്റെ യാത്ര കൊണ്ട്, അതല്ലെങ്കിൽ തെറ്റായിരിക്കുന്ന തോന്നൽ കൊണ്ടുമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ മനസ്സിൽ കുടിയിരിക്കുന്നുണ്ട്. അതാ ഇല്ല അലമ്മത് ബിറഹ്ലി എന്ന് പറഞ്ഞു. യാത്ര കൊണ്ട് എനിക്ക് എന്നെ തോന്നിപ്പിച്ചിട്ടല്ലാതെ എന്റെ മനസ്സിൽ എപ്പോഴും എവിടെ ദീർഘയാത്ര നടത്തിയാലും ആ മനസ്സിലൊക്കെ നിന്നെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടായിട്ടല്ലാതെ ഞാൻ എവിടെയും ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് ജഅലത് ഖലൂസു ബിനൈ സുഹൈലി മിനൽ അക്വാരി മർതഉഹാ ഖരീബു. അദ്ദേഹം സങ്കല്പിക്കുകയാണ്, സുഹൈലിന്റെ 2 മക്കളുടെ നല്ല പ്രായത്തിലുള്ള ഒട്ടകം, കൂടുതൽ പ്രായമൊന്നുമില്ലാത്ത നല്ല യുവതികളാകുന്ന എല്ലാ പ്രസരിപ്പുള്ള നല്ല ഒട്ടകങ്ങള്, അവര് യാത്രയുടെ ക്ഷീണം കാരണം, മറ്റു അസുഖം ഉണ്ടായിട്ടല്ല, യാത്രയുടെ ക്ഷീണം കാരണം വിദൂര സ്ഥലത്തേക്കൊന്നും മേച്ചിൽ സ്ഥലത്തേക്ക് പോവാതെ തൊട്ടടുത്ത് തന്നെ നിന്ന് മേഞ്ഞ് അവർ തിന്നുന്നുണ്ട്. തന്റെ ഭാര്യയെ ഉപമിക്കുകയാണ്, അല്ലെങ്കിൽ തന്റെ മെഹബൂബത്തിനെ ഉപമിക്കുകയാണ്. ഞാൻ എവിടെ യാത്ര പോയാലും നീ എന്റെ മനസ്സിൽ എപ്പോഴും അടുത്താണുള്ളത്. ഏതുപോലെ ഇവരുടെ ഒട്ടകങ്ങള് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് മേഞ്ഞ് തിന്നുന്നത് പോലെയാണ്. വഖദ് ജഅലത് ഖലൂസു ബിനൈ സുഹൈലിൻ, ഇവിടെ എന്ത് ചെയ്തു? സുഹൈൽ എന്ന് പറയുന്ന ആളുടെ 2 മക്കളുടെ ഒട്ടകം, ഒരു പ്രശസ്തമായിരിക്കുന്ന ഒരു വ്യക്തികളെ പരാമർശിച്ച് പറയാം. അവരെ ഒട്ടകങ്ങള് എന്തായിട്ടുണ്ട്? അവരുടെ യാത്രകളിൽ നിന്ന് യാത്ര ചെയ്തു വന്നിട്ടുള്ള ക്ഷീണം കാരണം ദൂരദിക്കിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല, തൊട്ടടുത്ത് നിന്ന് മേഞ്ഞു തിന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മർതഉഹാ ഖരീബു, അവരെ മേച്ചിൽ സ്ഥലം അടുത്താണ്. അപ്പം യജമാനനെയും വിട്ട് ദൂരദിക്കിലേക്കൊന്നും മാറിപ്പോവാതെ യജമാനനെ ചുറ്റിപ്പറ്റി അവര് എന്ത് ചെയ്യുന്നുണ്ട്? മേഞ്ഞു തിന്നുന്നുണ്ട്. എന്ന പോലെ എന്റെ അടുത്ത്, എന്റെ മനസ്സിൽ നീ എപ്പോഴും കുടിയിരിക്കുന്നുണ്ട്. വിദൂരമായി അതിനെ സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത വിധം അത്രയും അടുത്ത് നീയുണ്ട്. കഅന്നലഹാ ബിറഹ്ലിൽ ഖൗമി ബവ്വ, ഏതുപോലെയുണ്ട്? ആ ഒട്ടകത്തെ പറഞ്ഞാലും സങ്കല്പിക്കുന്നതിന്റെ മെഹബൂബത്തിനെ. ആ ഒട്ടകത്തിനുണ്ട് ജനങ്ങളുടെ യാത്രകളിൽ ഈ ഒട്ടകത്തിന് എന്തുണ്ട്? ബവ്വ എന്ന് പറയുന്നത് മൃഗത്തിന്റെ തോലിൽ പുല്ലും വൈക്കോലൊക്കെ നിറച്ച് ഒരു കുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ കുട്ടിയൊക്കെ അറുത്താല് ഒട്ടകം പാല് കൊടുക്കാതെക്കും, യജമാനന് പാല് കറക്കുമ്പം തട്ടിക്കളയും, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടിയെ അറുത്തു കഴിഞ്ഞാൽ കുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി, അതിനേക്കാണ് ബവ്വ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഞാൻ യാത്ര പോയാലും എനിക്ക് യാത്രയിൽ ഉടനീളം നിന്റെ ഒരു രൂപം, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ട് എന്നാ പറയുന്നത്. കഅന്നലഹാ ബിറഹ്ലിൽ ഖൗമി ബവ്വ, ആ ഒട്ടകത്തിന് യാത്രയിൽ എന്തുണ്ട്? ഒരു കുട്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഉണ്ട്. പക്ഷേ വമാ ഇൻ തിബ്ബുഹാ ഇല്ലൽ ലൂബു, അതിന് ഒരു രോഗവുമില്ല. ഇല്ലൽ ലൂബു,
ലോബ്, പിന്നെ ക്ഷീണമല്ലാതെ, നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ടായ ക്ഷീണമല്ലാതെ മറ്റൊരു തളർച്ചയോ മറ്റൊരു വിഷയമോ അതിനില്ല. അപ്പം എന്ന് മനസ്സിലായി, യാത്രകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അദ്ദേഹം നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ മെഹബൂബത്താണ്. ഏതുപോലെ തന്റെ ഒട്ടകത്തിന്റെ കുട്ടിയെ അറുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഒട്ടകത്തിന് എപ്പോഴും ആ കുട്ടി തന്റെ കൂടെയുണ്ട്, ആ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട്. അതേപോലെ നീ എല്ലാ സമയത്തും എന്റെ കൂടെ, എന്റെ മനസ്സിൽ എപ്പോഴും, ഞാൻ എവിടെ പോയാലും നീ ഉണ്ട്. അതാണ് ഈ രണ്ട് ബൈത്ത് അറിയിക്കുന്നത്. ഒരു സാങ്കല്പികമായിട്ട് അദ്ദേഹം ഒട്ടകം മേഞ്ഞു തിന്നുന്നത് തൊട്ടടുത്താണ് എന്ന് പറയുന്നത് കൊണ്ടും, അതേപോലെ തന്നെ ഒട്ടകത്തിന് തന്റെ ഒരു പ്രതിരൂപം, തന്റെ കുട്ടിയുടെ ഒരു പ്രതിരൂപം ഇവിടെ കാണുക എന്നതുകൊണ്ടൊക്കെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ കൂടെ എപ്പോഴും തന്റെ മെഹബൂബത്ത് ഉണ്ട്, ഒരു നിലക്കും അത് പിന്നെ മാഞ്ഞു പോകുന്നില്ല, മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പറയാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.